ഈ ഒരു ലൈറ്റ് ഒരുപാട് അറ്റൻഷൻ സീക്ക് ചെയ്യാറുണ്ട്. റൈറ്റ് സൈഡിൽ ഞെക്കിയാൽ നമുക്ക് അത് പാൻ ആക്സസിനെ ക്വിക്ക് മോഡിൽ ഇടാനാണ്. അത് പെയിൻറ്റ് വളരെയധികം പെട്ടെന്ന് ഇളകും. അത് ഇപ്പോൾ ഞാൻ 2-3 മാസം ആയതേ ഉള്ളൂ. ഹേ ഗൈസ്, വാട്സ് അപ്പ്, വെൽക്കം ബാക്ക് ടു ഹോപ്പിംഗ് മല്ലു. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇമേജ് സ്റ്റെബിലൈസേഷൻ സിസ്റ്റം അഥവാ ഗിംബലിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനെ പറ്റി അറിയാമല്ലോ. സെക്കൻഡ് വേവ് വന്നേക്കുവാണ്. നിങ്ങളെക്കൊണ്ട് എത്രത്തോളം വീട്ടിലിരിക്കാൻ പറ്റുമോ അത്രത്തോളം ഇരിക്കുക. വെളിയിൽ ഇറങ്ങുവാണെങ്കിൽ പോലും മാക്സിമം പ്രിക്കോഷൻസ് എടുക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഗുഡ്സൺ കമ്പനിയുടെ മോസ എയർക്രോസ് 2 എന്ന് പറയുന്ന ഗിംബിളിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തൊരു ഗിംബിളാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗിംബിൾ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഗിംബിൾ മോസ എയർക്രോസ് 2. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒരു ഗിംബിളിൻ്റെ യൂസ് എന്നറിയാം. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുവാണ്, അതിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുവാണെങ്കിലോ അല്ലോ ഓട്ടോമോട്ടീവ്സ് എന്തിൻ്റെ വീഡിയോ എടുക്കുവാണെങ്കിലും നമ്മുടെ ഹാൻഡ്സ് ഷിവർ ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതിപ്പോൾ നോർമലി എല്ലാവരുടെയും സംഭവിക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഷിവറിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗിംബിൾ യൂസ് ചെയ്യുന്നത്. ഗിംബിൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ്സിൻ്റെ ആ ഒരു ഷിവറിങ് മാറ്റിയിട്ട് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫുട്ടേജ് നമുക്ക് ഓൺ ക്യാമറ തന്നെ കിട്ടും. എഡിറ്റിങ്ങിൽ അതിന് സ്റ്റെബിലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഓൺ ക്യാമറ തന്നെ സ്റ്റേബിൾ ആയിട്ടൊരു ഫുട്ടേജ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗിംബിൾ യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഗിംബിളിൻ്റെ യൂസ് പ്രാക്ടിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 4K 24 FPS ഞാൻ ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും എങ്ങനെയാണ് ഫുട്ടേജ് വരുന്നതെന്ന്. ഇനി നമുക്ക് ഗിംബിൾ വഴി ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഫുട്ടേജ് വരുന്നതെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഫുട്ടേജ് അതേ ക്യാമറയിൽ 4K 24 FPS ഗിംബിളിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. ഈ മൊത്തം സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് ഗിംബിളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് ഹാൻഡ് ഹെൽഡിലും ഗിംബിൾ ഷോട്ട്സിലും. നിങ്ങളിപ്പോൾ മനസ്സിലായി കാണില്ല എന്താണ് ഒരു ഗിംബിളിൻ്റെ യൂസും പിന്നെ എന്താണ് ഡിഫറൻസ് നമ്മൾ ഹാൻഡ് ഹെൽഡിൽ എടുക്കുന്നതും പിന്നെ ഗിംബിളിലൂടെ എടുക്കുന്നതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഗിംബിളിൻ്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ. ഇനി നിങ്ങളൊരു പുതിയതായിട്ടൊരു മോസ എയർക്രോസ് 2 ഗിംബിൾ മേടിക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു ബോക്സിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മോസ എയർക്രോസ് 2ൻ്റെ ബോക്സ് വരുന്നത്. നമുക്ക് താഴെ തന്നെ കാണാം എയർക്രോസ് 2ൻ്റെ ബാഡ്ജ്. നമുക്ക് ഇവിടെ ഗിംബിളിൻ്റെ ഒരു ഇമേജ് കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് 1 year വാറണ്ടി ഒക്കെ. പിന്നെ പുറകിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഏതൊക്കെ ക്യാമറാസ് ആണ് കമ്പാറ്റബിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നമുക്ക് ബാക്കിയുള്ള കമ്പാറ്റബിൾ ക്യാമറാസ് കാണാൻ പറ്റും. നമുക്കിനി ബോക്സിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിംബിളിൻ്റെ കൂടെ വരുന്ന സേഫ്റ്റി കേസ്. വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു തെർമോകോൾ പോലത്തെ മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു സേഫ്റ്റി കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഗിംബിളിന് വേണ്ടി നല്ലൊരു ലെവലിൽ പ്രൊട്ടക്ഷൻ ഈ ഒരു ബോക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ മുകളിൽ തന്നെ മോസാൻ്റെ ബ്രാൻഡിങ് കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ഈ ഗിംബിളിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ രീതിയിലുള്ള പെട്ടികളൊക്കെ തുറക്കത്തില്ല, അതേപോലെയാണ് ഇതിൻ്റെ ലോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇതാണ് ഗൈസ് നമ്മൾ ബോക്സ് തുറന്നത് നമുക്ക് ആദ്യം കാണുന്നത്. അതായത് വളരെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്തേക്കുന്ന ഒരു ബോക്സാണിത്. നമുക്ക് ആദ്യം തന്നെ മോസേൻ്റെ ഒരു ആക്സറി ബോക്സ് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള വയർസൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയും അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൗണ്ടിങ് ബ്രാക്കറ്റ് തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റൽ മൗണ്ടിങ് ബ്രാക്കറ്റാണ് നമ്മുടെ മോസ ഗിംബിളിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പല രീതിയിലും വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് നമ്മുടെ ക്യാമറ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു മൗണ്ടിലാണ്. ഇനി നമുക്ക് ഈ ഒരു ക്വിക്ക് റിലീസ് ഹബ്ബ് കാണാൻ കഴിയും. ഇത് നമ്മൾ ഗിംബിളിൻ്റെ മണ്ടേ പ്ലേസ് ചെയ്യുന്നതാണ് ക്വിക്ക് റിലീസിന് വേണ്ടിയിട്ട്. ഈ 2 ബട്ടൺ ഞെക്കുമ്പോഴാണ് ആ ക്വിക്ക് റിലീസ് ഹബ്ബ് വെളിയിലേക്ക് വരുന്നത്. ഇത് 2 കൂടെ വെക്കുമ്പോഴാണ് അത് ശരിക്കും പറക്കാവുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്കോ ലെൻസിനോ ഒരുപാട് വെയിറ്റ് ആണ്. നമ്മൾ ഈ ഒരു മൗണ്ടിങ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലെൻസിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയാണ് ഈ ഒരു ബ്രാക്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്വിക്ക് റിലീസ് ടപ്പ് ഇത് വെക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ലെൻസിന് നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷനും വെയിറ്റ് ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതാണ് നമ്മൾ ഗിംബിളിൻ്റെ കൂടെ വന്നേക്കുന്ന ട്രൈപോഡ്. മിനി ട്രൈപോഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ഒരു മിനി ട്രൈപോഡ് തന്നെയാണ്. മെറ്റലിൻ്റെയാണ് ഈ ട്രൈപോഡും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കുറേ പേപ്പർ വർക്ക്സും വാറണ്ടി കാർഡും ഒക്കെയാണ്.
ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോക്സ് ക്ലോസ് ചെയ്തിട്ട് മെയിൻ കണ്ടന്റ് ആയ നമുക്ക് ബോക്സ് ക്ലോസ് ചെയ്തിട്ട് വളരെയധികം എന്താ പറയുക റെട്രോ സ്റ്റൈലിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതായത് പണ്ട് കാലത്തെ ബോക്സസ് ഒക്കെ തുറക്കുന്ന പോലെ അതേപോലെയാണ് നമ്മളിത് ക്യാരി ചെയ്യുന്നത്. അത് നല്ല രസമാണ് ഇതിനെ കാണാനായിട്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഗിംബിൾ കാണാം. ഇതാണ് നമ്മുടെ Moza AirCross 2 ഗിംബിൾ. ഇതൊരു 3 ആക്സിസ് ഗിംബിളാണ്. നമുക്ക് ബട്ടൺസും പിന്നെ ജോയ്സ്റ്റിക്കും കാണാൻ കഴിയും. ഇവിടെയാണ് നമ്മുടെ വീൽ വരുന്നത്. മൾട്ടി ഫങ്ഷൻ ബട്ടൺ ആണിത്. ഇനി നമുക്ക് 3 ആക്സിസും കാണാൻ കഴിയും. അതായത് പാൻ ആക്സിസ്, റോൾ ആക്സിസ്, ടിൽറ്റ് ആക്സിസ്. ഈ 3 ആക്സിസുകളാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഗിംബിളിൻ്റെ മെയിൻ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. അതായത് ഒരു ഗിംബിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ് അതിൻ്റെ വെയിറ്റ്. അതായത് നമുക്ക് ഒരു ഗിംബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല പല സ്ഥലത്ത് ട്രാവൽ ചെയ്യേണ്ടി വരും. ട്രാവൽ വീഡിയോസ് ആണെങ്കിലും അത് ഓട്ടോമോട്ടീവ്സിനാണെങ്കിലും അങ്ങനെ പല വീഡിയോസിനും വെയിറ്റ് ഒരു മെയിൻ ഫാക്ടറാണ്. ആ ഒരു ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ Moza AirCross 2 ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അറൗണ്ട് 950 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള ഗിംബിൾസിനെക്കാട്ടി കമ്പാരിറ്റീവ്ലി ലൈറ്റ് വെയിറ്റ് ആണ് Moza AirCross 2. ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയ ഗിംബിൾ ആണെങ്കിൽ പോലും ഇതിൻ്റെ പേലോഡ് അപ് ടു 3.2 kgs ആണ്. പേലോഡ് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളമാണ് നമ്മുടെ ഗിംബിളിൻ്റെ മണ്ടേ നമുക്കൊരു ക്യാമറേൻ്റെ വെയിറ്റ് വെക്കാൻ പറ്റുന്നത്, അതാണ് പേലോഡ് കപ്പാസിറ്റി. വെയിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ ഫാക്ടറാണ് ബാറ്ററി. Moza AirCross 2 എങ്ങനെയാണെന്ന് വെച്ചാൽ റിമൂവബിൾ ബാറ്ററിയാണ് വരുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് ബാറ്ററി റിമൂവ് ചെയ്താൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതായത് ബാക്കി മോസ്റ്റ് എല്ലാ ഗിംബിൾസിലും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ഗിംബിളോ എടുത്ത് ചാർജിങ് ചെയ്യാൻ പറ്റണം. അത് അത്ര കൺവീനിയൻ്റ് അല്ല. പക്ഷേ നമ്മുടെ Moza AirCross 2 എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാർജിങ് പോർട്ടിലൂടെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വളരെയധികം കൺവീനിയൻ്റ് ആണ്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ ചാർജ് അറിയാനേ നമ്മളിപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്തിട്ട് ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും എത്രത്തോളമാണ് ഇനി ചാർജ് റിമെയിൻ ആവുന്നതെന്ന്. പിന്നെ ഈ ഒരു ഗിംബിളിൻ്റെ കമ്പനി ക്ലെയിം ചെയ്ത് നമുക്ക് 12 hours ഓഫ് ബാറ്ററി ലൈഫ് കിട്ടുമെന്നാണ്. പക്ഷേ പ്രാക്ടിക്കലി നോക്കുമ്പോൾ അറൗണ്ട് 10 to 11 hours എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വേറൊരു ബെനിഫിറ്റ് ഈ ഒരു ഗിംബിളിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോങ് ഡേ ഓഫ് ഷൂട്ടിങ്ങിലാണ്. നമ്മുടെ ഈ ഒരു ഗിംബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ പോർട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർട്സിലൂടെ നമുക്ക് ഡയറക്റ്റ് പവർ ബാങ്ക് ത്രൂ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൺ ദ ഗോ ചാർജിങ് ചെയ്യാൻ പറ്റും. ബാറ്ററി ലൈഫും നമുക്ക് കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഗിംബിളിൻ്റെ വേറൊരു ഫീച്ചറായ ഇതിൻ്റെ വീലിനെ പറ്റി സംസാരിക്കാം. അതായത് ഇതിൻ്റെ മൾട്ടി ഫങ്ഷനിങ് വീലാണ് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതിൽ RGB ലൈറ്റിങ്ങും വരുന്നുണ്ട്. ഈ ഒരു വീലും ഈ ഒരു ബട്ടണും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാൻ ആക്സിസ് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ടിൽറ്റ് ആക്സിസ് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ റോൾ ആക്സിസ് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്താൽ സ്ലീപ്പ് മോഡിൽ പോകും. സ്ലീപ്പ് മോഡിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗിംബിളിൻ്റെ മോട്ടേഴ്സ് എല്ലാം ഓഫ് ആവും, പക്ഷേ നമ്മുടെ ഗിംബിൾ ഓൺ ആയിരിക്കും. അതായത് സപ്പോസ് ഇപ്പം നമ്മൾ ഗിംബിൾ ഫുൾ സെറ്റ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് സെറ്റിങ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു 5 to 10 minutes യൂസ് ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗിംബിൾ ഓഫ് ചെയ്താൽ നമ്മുടെ സെറ്റിങ്സ് എല്ലാം റീസെറ്റ് ആവും. അതിന് പകരം നമ്മൾ ഈ ഒരു ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്താൽ ഇത് സ്ലീപ്പ് മോഡിൽ പോകും. സ്ലീപ്പ് മോഡിൽ പോകുമ്പോൾ നമുക്ക് വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്താൽ അതേ പഴയ സെറ്റിങ്സിലേക്ക് വരും. പിന്നെ വേറൊരു കാര്യമാണ്, നമുക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു വീലിൽ ലൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഈ ഒരു ലൈറ്റ് ഒരുപാട് അറ്റൻഷൻ സീക്ക് ചെയ്യാറുണ്ട്. എല്ലാവർക്കും അറ്റൻഷൻ സീക്കുന്ന ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഈ ഒരു ലൈറ്റ് ഡിം ചെയ്യാൻ പറ്റും, ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റും, അതേപോലെ തന്നെ ഈ ലൈറ്റ് നമുക്ക് ഓഫും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഗിംബിളിൻ്റെ കൺട്രോൾ ബട്ടൺസിലേക്ക് വരാം. അതായത് കൺട്രോൾ ബട്ടൺസ് നോക്കുമ്പോൾ നമുക്ക് 4 സൈഡിലും 4 ബട്ടൺസും അതേപോലെ തന്നെ ഇടയ്ക്ക് ഒരു റെക്കോർഡ് ബട്ടണും ആണുള്ളത്. അതായത് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കണക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കേബിൾസ്, ഞാൻ നേരത്തെ കാണിച്ച കേബിൾസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ക്യാമറയായിട്ട് അറ്റാച്ച് ചെയ്യുവാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നമ്മുടെ ക്യാമറയിൽ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഗിംബിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് റെക്കോർഡിംഗ് ഓണും ഓഫും ചെയ്യാൻ പറ്റും. ഈ 4 ബട്ടൺസും കാണുന്നത് നമുക്ക് ഇതിൽ ഓരോ ആക്സസുകൾ ലോക്ക് ചെയ്യാനും ഫോളോ മോഡിൽ ഇടാനും വേണ്ടിയാണ്. അതായത് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ ഞെക്കിയാൽ അതിപ്പോൾ നമ്മുടെ റോൾ ആക്സസിനെ ലോക്കും ഫോളോവും ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ ഞെക്കിയാൽ നമുക്ക് അത് പാൻ ആക്സസിനെ ക്വിക്ക് മോഡിൽ ഇടാനാണ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ക്വിക്കായിട്ട് നമ്മുടെ പാൻ ആക്സസ് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ക്വിക്കായിട്ട് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാൻ ക്യൂവിലിടുന്നത്. നമ്മളിപ്പോൾ മേലത്തെ ബട്ടൺ നിൽക്കുവാണ്, അത് ടിൽറ്റ് ആക്സസിന് വേണ്ടിയാണ്. ടിൽറ്റ് ആക്സസ് ഫോളോവും ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് മേലത്തെ ബട്ടൺ. പിന്നെ താഴത്തെ ബട്ടൺ പാൻ ഫോളോ ചെയ്യാനും ലോക്ക് ചെയ്യാനും വേണ്ടിയാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ജോയ്സ്റ്റിക്കിനെ പറ്റി സംസാരിക്കാം. അതായത് നമ്മളിപ്പോൾ നോർമലി ഒരു റെക്കോർഡിംഗ് ആണ്, അപ്പോൾ നമുക്ക് മേളിലേക്കോ താഴേക്കോ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങോട്ടാണോ ആംഗിൾ സെറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഓട്ടോ ട്യൂണിങ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗിംബിൾ ട്യൂൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ബാലൻസ് ശരിയായില്ല.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓട്ടോ ട്യൂൺ ചെയ്യുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇത് സെറ്റ് ചെയ്യാറുണ്ട്, അതാണ് ഓട്ടോ ട്യൂൺ. അതേപോലെ തന്നെ വേറൊരു ഫീച്ചറാണ് ബാലൻസ് ചെക്ക്. ഒരു ബിഗിനർ ഇപ്പോൾ ഇതിന് ലെവൽ ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചിലപ്പോൾ അത് ഒരു സൈഡിലേക്ക് ലെവൽ ആവത്തില്ലായിരിക്കും, നമ്മൾ ഈ സൈഡിലേക്ക് വെയിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ റോൾ ആക്സിസ് കുറച്ചുകൂടി ടിൽറ്റ് ചെയ്യണമായിരിക്കും. അങ്ങനെ ഒരുപാട് ചെറിയ മിസ്റ്റേക്സ് പറ്റാറുണ്ട്. ആ മിസ്റ്റേക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ബാലൻസ് ടെക് ഫീച്ചർ ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗിംബിളിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. അതായത് ഇതിൽ 2 ഫീച്ചേഴ്സാണ് മെയിനായിട്ടുള്ളത്. അതായത് ഇൻസെപ്ഷൻ മോഡും FPV മോഡും. ഇൻസെപ്ഷൻ മോഡ് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ക്യാമറേൻ്റെ കൺട്രോൾ ട്രിഗറിൽ 3 പ്രാവശ്യം ഞെക്കിയാൽ ഇത് ഇൻസെപ്ഷൻ മോഡിലേക്ക് പോകും. ഇൻസെപ്ഷൻ മോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ 360 ഡിഗ്രിയും 180 ഡിഗ്രിയും കറങ്ങും. നമുക്ക് എത്ര സ്പീഡിലാണോ കറക്കേണ്ടത് അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ഒരുപാട് യുണീക്ക് ഷോട്ട്സ് എടുക്കാൻ പറ്റും. FPV മോഡ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എങ്ങോട്ടാണോ എൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഗിംബിളും മൂവ്മെൻറ്റ് ചെയ്യും. അതിനാണ് FPV മോഡ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് പേഴ്സൺ വ്യൂ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു Moza AirCross 2ൻ്റെ ട്രൈപോഡിനെ പറ്റി സംസാരിക്കാം. ട്രൈപോഡിനെ പറ്റി പറയുമ്പോൾ ഒരു മെറ്റൽ മിനി ട്രൈപോഡാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു മിനി ട്രൈപോഡിനെ പറ്റി എനിക്ക് കുറച്ച് സജഷൻസ് തരാനുണ്ട്, അത് ഞാൻ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ വീഡിയോയിൽ തന്നെ പറയാം. ബിൽഡ് ക്വാളിറ്റീനെ പറ്റി പറയുമ്പോൾ വളരെയധികം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് Moza നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് എന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ ഡിസൈനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ലൈറ്റിംഗ്, നമ്മുടെ ഈ വീലിലുള്ള ഒരു ലൈറ്റിങ്ങും അതേപോലെ നമ്മുടെ ഈ ബാറ്ററീൻ്റെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് സ്ട്രൈപ്പ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ലുക്ക് വളരെയധികം എൻഹാൻസ് ചെയ്യും. അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ താഴത്തുനിന്ന് ഒരു AirCross 2ൻ്റെ ബാഡ്ജിങ് കാണാം, മേളിൽ മോസാൻ്റെ ബാഡ്ജിങ് കാണാം. എനിക്ക് ചെറിയൊരു ക്വാളിറ്റി കുറവ് തോന്നിയിരിക്കുന്നത് ഈ ഒരു ബട്ടൺസിലാണ്. നമുക്ക് ഈ ഒരു കൺട്രോൾ ബട്ടൺസിലാണ് എനിക്ക് ഇച്ചിരി ക്വാളിറ്റി കുറവ് തോന്നിയിരിക്കുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടൺസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കുറച്ചുകൂടി ക്വാളിറ്റി മോസയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. അതായത് അത്ര നല്ല ക്വാളിറ്റി അല്ല ഇതിൻ്റെ ബട്ടൺസിൻ്റേത്. ബാക്കി ഇതിൻ്റെ വീൽസിൻ്റെയും ജോയ്സ്റ്റിക്കിൻ്റെ ഒക്കെ ക്വാളിറ്റി ഇറ്റ്സ് വെരി ഗുഡ്. ഈ ഒരു മൂമെൻറ്റ് നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടു കാണും. അതായത് നമുക്ക് ഈ ഒരു ഗിംബിൾ നമ്മുടെ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. Moza Master എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് മിമിക് കൺട്രോൾ, അതായത് മോഷൻ സെൻസിങ്, ഈ ഒരു കൺട്രോളിലാണ് നമ്മൾ മോഷൻ സെൻസിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ആപ്പ് തുറന്നിട്ട് മിമിക് കൺട്രോൾ പോർഷനിൽ തുറന്നാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ടിൽറ്റ് ആക്സിസ് ലോക്ക് ചെയ്യാൻ പറ്റും, റോൾ ആക്സിസ് ലോക്ക് ചെയ്യാൻ പറ്റും, പാൻ ആക്സിസ് ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് നോക്കിയാൽ ഞാനിപ്പോൾ എങ്ങോട്ടാണ് എൻ്റെ ഫോൺ തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഗിംബിൾ മൂവ്മെൻറ്റ് ചെയ്യും. അത് ഞാൻ മേളിലോട്ടായാലും താഴോട്ടായാലും. അപ്പോൾ ഞാൻ ഇപ്പോൾ ടിൽറ്റ് ആക്സിസ് ലോക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ പാൻ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മേളിലേക്ക് തിരിച്ചാലും പാൻ മാത്രമേ ആവത്തുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഫോണിൽ കൂടി തന്നെ നമ്മളിപ്പോൾ ദൂരെയാണ് നമുക്ക് ഇതിൽ തന്നെ ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ടിൽറ്റ് ചെയ്യണമെങ്കിലോ പാൻ മൂവ്മെൻറ്റ് ചെയ്യണമെങ്കിലോ അത് നമുക്ക് ഫോണിൽ കൂടി തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ റീസെൻറ്ററിൻ്റെ ഓപ്ഷനുണ്ട്, മിമിക് മോഷൻ, സെൽഫി. അതായത് നമുക്ക് വ്ളോഗ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സെൽഫി മോഡിലിട്ടാൽ തിരിഞ്ഞ് എൻ്റെ സൈഡിലേക്ക് വരും. അപ്പോൾ നമുക്കിത് സെൽഫിയൊക്കെ എടുക്കാനും വ്ളോഗ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പറഞ്ഞ പോലെ FPV, ഇൻസെപ്ഷൻ, സ്പോർട്ട് ഗിയർ, അങ്ങനെ ഡിഫറെൻറ്റ് മോഡ്സ് കാണാൻ പറ്റും. പിന്നെ റീസെൻറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ക്രിയേറ്റീവ് വീഡിയോ, അതായത് നമുക്ക് മോഷൻ ടൈം ലാപ്സ്, ട്രാക്ക് റെക്കോർഡിംഗ്, വേരിയബിൾ സ്പീഡ് ടൈം ലാപ്സ്, ഒബ്ജക്റ്റ് ട്രാക്കിംഗ്, ഫിക്സ് പോയിൻറ്റ് ടൈം ലാപ്സ്, പാനോരാമ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ക്രിയേറ്റീവ് വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ഗിംബിൾ 2-3 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു യൂസർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സജഷൻസ് തരാൻ പറ്റുന്നതെന്ന് പറയാം. എനിക്ക് ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗിംബിളിൻ്റെ ഈ ഒരു ട്രൈപോഡ്, ഈ ഒരു മിനി ട്രൈപോഡിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ പോലും ഞാൻ മോസ്റ്റ്ലി ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുമ്പോഴും പിന്നെ ഓട്ടോമോട്ടീവ്സാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വെക്കേണ്ടി വരും, ട്രൈപോഡാണെങ്കിലും ഗിംബിളാണെങ്കിലും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മിനി ട്രൈപോഡിൽ പെയിൻറ്റ് വളരെയധികം പെട്ടെന്ന് ഇളകും. ഇപ്പോൾ ഞാൻ 2-3 മാസം ആയതേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ ഇതിൻ്റെ ഒരുപാട് പെയിൻറ്റ് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ Moza AirCross 2 ഗിംബിൾ മേടിക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഏതെങ്കിലും റാപ്പ് ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ ഈ ട്രൈപോഡ് അങ്ങ് റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്താൽ പിന്നെ അതൊരു പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിൽമായിട്ട് തന്നെ ആക്ട് ചെയ്യും. അതേ ഉള്ളൂ ഇപ്പോൾ ഇതിനായിട്ട് ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ, അതായത് നമുക്ക് അങ്ങനെ ഈ ഒരു ട്രൈപോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഗിംബിളാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതായത് പ്രൈസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് വെച്ചാൽ 25,000 to 30,000 വേരി ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഓരോ സ്ഥലത്തെയും പ്രൈസസ് ഡിഫറെൻ്റ് ആണ്. ഓൺലൈനിലും ഡിഫറെൻറ്റ് പ്രൈസസ് ആണ് ഓരോ സമയത്തും കാണിക്കുന്നത്. അതായത് ചിലപ്പോൾ 26,000, ചിലപ്പോൾ 28,000. പിന്നെ ഒരുപാട് ഗിംബിൾസ് ഉണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. പക്ഷേ ഞാൻ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം മെയിനായിട്ടും ഡിസ്പ്ലേ, പിന്നെ പേലോഡ്, ഈ 2 കാരണമാണ് ഞാൻ Moza AirCross 2 പോകാൻ തീരുമാനിച്ചത്.
അപ്പോൾ അതായിരുന്നു ഗൈസ് ഞാൻ എൻ്റെ ഈ ഒരു മോസ എയർക്രോസ് 2 ഗിംബിളിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇവിടെ വരെ എനിക്ക് ഇഷ്ടമെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ ദിസ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ ടിൽ ദെൻ. ടേക്ക് കെയർ.